എന്ന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ദുബായിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, അവിടെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കെ മണികണ്ഠൻ നായർ, അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ അപകടത്തിൽ മരണപ്പെട്ടു. ഏതാണ്ട് 4 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്മരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് കാലത്ത് മുതൽ ഈ പരിപാടികളിലൂടെ വളരെ നല്ല രീതിയിൽ നടന്നു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കായിട്ട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരികയാണ്. ഗൾഫ് മേഖല UAE തന്നെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവിടെ പോയി ജോലിയെടുത്ത് അവിടെ നിന്നും ഉണ്ടാക്കുന്ന വരുമാനം തങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ ഒരു വമ്പിച്ച സ്വാധീനമാണ് ഈ ഗൾഫ് മേഖലയിൽ. വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനമാണ് ഈ പണം ചെലുത്തുന്നത്. ഈ പ്രവാസികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി അയക്കുന്ന ഈ പണം സ്വാധീനിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമുക്ക് ആദ്യം അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ ഇവിടെ സുരേന്ദ്രനോട് നടത്തുന്നതോട് ഞാൻ അതിൽ കടക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഭംഗിയായിട്ട് നിർവഹിക്കും. അദ്ദേഹം അതിന് എല്ലാ കാര്യങ്ങളെല്ലാം അറിയുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെ കൊണ്ട് കടക്കുന്നില്ല. ഏതായാലും അദ്ദേഹത്തെ ഈ നാട്ടുകാർ എന്നെന്നും സ്മരിക്കത്തക്ക രീതിയിൽ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ തയ്യാറായത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അവിടെ ജോലിയെടുക്കുമ്പോഴും നമ്മുടെ നാട്ടിൻ്റെ വികസനത്തിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിൻ്റെ നല്ല പ്രദേശത്തുള്ള ജനങ്ങളുടെ വികാസത്തിന് വേണ്ടി എല്ലാം പ്രവർത്തിച്ചു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായി. ഇതാണ് ഇതിൻ്റെ കാരണം. എത്രയോ ആളുകൾ ഗൾഫിൽ പോയി പണിയെടുക്കുന്നുണ്ട്, മരിച്ചു പോകുന്നുണ്ട്, അവരെല്ലാം അനുസ്മരിക്കുന്നുണ്ട്. അതൊന്നും അനുസ്മരിക്കുന്നില്ല. അപ്പോൾ അനുസ്മരിക്കുന്നത് ഓരോ ആളും ഗൾഫിൽ പോയി പണിയെടുക്കുന്നു, അതേ നാട്ടിലെന്ത് ചെയ്യുന്നു, സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഇതാണ്. ഈ അടിസ്ഥാനത്തിലാണ് ആളുകൾ വിലയിരുത്തി അവർ മരിക്കുമ്പോൾ, അവർ മരിക്കുമ്പോൾ, മറ്റ് മരണത്തിലും എല്ലാം നാട്ടുകാർ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സമുചിതമായി ആചരിക്കുന്നത് തയ്യാറാണ്. ഈ കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കു ശ്രമിക്കുന്നു.